സ്നേഹിതരെ, കോടതി അവധിയാണ്. കുറച്ച് കൃഷിയും കാര്യങ്ങളായിട്ട് നടക്കുന്നു. പിന്നെ കുറച്ച് യാത്രകളായിട്ടൊക്കെ പോകണം. അതിനിടയ്ക്കാണ് ഇലക്ഷൻ വന്ന് അതിൻ്റെ രസമായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഏറ്റത് ഒരു സ്വപ്നം കണ്ട ചാടി എഴുന്നേറ്റ്. സ്വപ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളിങ്ങനെ ഒരു തലയുമായിട്ട് പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് ഒരു തലയായിട്ട് കേരളത്തിൽ കൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഡൽഹിയിൽ നിന്ന് ഈ തല എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അപ്പോൾ ഞാൻ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു പഞ്ചലോക വിഗ്രഹമായിട്ട് നടക്കുന്ന ഒരു കഥയുണ്ടല്ലോ. ആ സിനിമയുടെ പേര് ഞാൻ വന്നു പോയി. സിനിമ ഞാൻ കണ്ടതാണ്. അത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഇവിടെ ഈ 2-3 പേരിങ്ങനെ മെനക്കെട്ട് നടപ്പുണ്ട്. ഒരു KC ഉണ്ട്, ഒരു RC ഉണ്ട്, ഒരു VD ഉണ്ട്. മുഖ്യമന്ത്രി ആകാനാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു തല ഇങ്ങോട്ട് വരികയാണെന്നാണ് പറഞ്ഞത്. ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ആ തല ഒഴിവാക്കുന്നവരാ രാഹുൽ ഗാന്ധി. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടെ കുറച്ച് ഇലക്ഷനെല്ലാം നടന്നു. ഈയിടെ ആസാമിലും നടന്നു. കേരളത്തിലെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റ 10 പ്രാവശ്യം അവർ BJP ഭരിച്ചിട്ട് ഇതായിരുന്നു. കേരളത്തിലെ പിന്നെ 10 വർഷം കഴിഞ്ഞപ്പോഴത്തേന് തിരിച്ചു പിടിച്ചു UDF. അത് പിടിക്കാൻ പറ്റില്ല, അത് വീണ്ടും BJPക്ക് തന്നെ പോയി. അപ്പോൾ അതിൻ്റെ എല്ലാം ചുമതല ആർക്കാന്ന് വെച്ചാൽ KCക്ക്. മഹാരാഷ്ട്ര പോയി, ഹരിയാന പോയി, എല്ലാം കളഞ്ഞു. കാണുന്ന ബൈ ഇലക്ഷൻ മുഴുവൻ KC തോൽപ്പിച്ചു. അപ്പോൾ ഈ തല ഡൽഹി ഇരുന്ന് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടാതായി. ഇത് എങ്ങനെയായാലും ഈ തല ഉരുട്ടി അവിടെ നിന്ന് മാറണമെന്നുള്ളൊരു ചെറിയ തീരുമാനമുണ്ട്. ഈ പുള്ളിക്കൊന്നും ചെയ്യത്തില്ല ആർക്കാ, നമ്മുടെ ഈ രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ADC ആയിപ്പോയി. അപ്പം പിന്നെ ഒഴിവാക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഒരു അവസരം കിട്ടിയിരിക്കും. അന്നേരം അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അറിയാവുന്ന കയറിപ്പോയി. ഒരു പ്രസിഡന്റ് പറഞ്ഞു പോയി, നമ്മുടെ സുധാകരൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ MP മാരാരും മത്സരിക്കേണ്ട, അവരവിടെ ഡൽഹിയിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പം മാറ്റി ഈ തലയുരുട്ടി കയറ്റാൻ പറ്റുമോ? കയറ്റി ഇവിടെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റും? അങ്ങനെ ഒരു കുഴപ്പമായി. ഉടനെ പ്രസിഡന്റ് കയറി അടഞ്ഞു. അത് നടക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇതുണ്ടായിരുന്നില്ല സുധാകരനെ വരെ നമ്മൾ മത്സരിക്കാൻ വെച്ചില്ല. അതുകൊണ്ട് തല നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. കേരളത്തിലോട്ട് ഉണ്ടാണ്ട് എവിടുന്ന് വേറെ ഏത് ഭാഗത്തോട്ടെങ്കിലും ഉരുട്ടാം. അപ്പോൾ ആ പടെ കുഴച്ചിലായി. അതിനിടയ്ക്ക് RCക്ക് ഒരു മോഹം. ഒരു അവസരം കിട്ടുമായിരുന്നു. അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ ഉമ്മൻചാണ്ടി വരുമെന്നോ അങ്ങനെ വരുമെന്നോ ഇങ്ങനെ വരുമെന്നുള്ള പേടിയുണ്ട്. അവിടെ ചവിട്ട് ഇവിടെ ചവിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് 2ാം ഭരണം കിട്ടി. അപ്പോൾ പുള്ളിയുടെ ചാൻസ് പോയി. ഇപ്പോൾ ചാൻസ് പോയി കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയും ഞാൻ പഴയ ആളാണെന്നും എൻ്റെ കൂട്ടത്തിലാണ് NSS എന്നും SNDP എന്നും ഒക്കെ പറഞ്ഞ് പയ്യെ വേറൊരു പാർട്ടി മുഖം വീർപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഡൽഹിയിൽ പിടിക്കാനും മറ്റു കാര്യങ്ങൾ. അതങ്ങനെ ഇപ്പോൾ ഈ 2 പേരോട് ഒന്നിക്കൊന്നും കേൾക്കുന്നു. തലയും RCയും കൂടെ ഒന്നിക്കൊന്നും കേൾക്കുന്നുണ്ട്. അതിനിടയ്ക്ക് VD ഉണ്ട്. VD കുറച്ച് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് സൈഡ് ചെയ്ത് പറയുന്നതല്ല. ഈ ജനം മുഴുവൻ പുള്ളിയുടെ കൂടെയാണ്. അത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ. ഇപ്പോൾ ഇന്നിപ്പം മൊബൈൽ ഫോൺ ഇല്ലാത്തവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരും വളരെ കുറവാണ്. സാധാരണ ഒരു 100 രൂപ എനിക്ക് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വരെ ഇതുണ്ട്. സർവ്വ കുടുംബശ്രീ ആൾക്കാരുടെ വരെ സ്മാർട്ട് ഫോണുകളുണ്ട്. അപ്പോൾ എല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ട് വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ RCയുടെ കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം. പുള്ളി ഇലക്ഷൻ നടത്തിയത് അറിയാം, ബൈ ഇലക്ഷൻ നടത്തിയത് അറിയാം, പുള്ളിയുടെ നിലപാടിനെ പറ്റിയുള്ളതറിയാം, എടുത്ത തീരുമാനങ്ങളെല്ലാം അറിയാം. അപ്പോൾ പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ ഒരു തീരുമാനമുണ്ടെന്നും കാഴ്ചപ്പാടുണ്ടെന്നും ചെറുപ്പക്കാരനാണെന്നും എന്തെങ്കിലുമൊക്കെ പൊതുജനത്തിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പളായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയബിളായിട്ട് വേറൊരുത്തും പറയുന്ന കേട്ട് MLAയോ അല്ല ഒരുത്തിനും പറയുന്ന വേണ്ടിച്ചിട്ട് അവിഹിതത്തിനോ കൈക്കൂലിക്കോ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോകാനെന്നറിയാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ ഈ MLAമാർക്ക് ഒരു ഭയപ്പാട്. അതിൻ്റെ കാരണം വെച്ചാൽ ഈയിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, എന്നുവെച്ചാൽ ഒരു പൊതുവായിട്ട് പബ്ലിക്കായിട്ടൊരു പിരിവില്ലായിരുന്നു ഈ ഇപ്രാവശ്യത്തെ ഇലക്ഷന്. കോടിക്കണക്കിന് രൂപ ഫ്ലക്സായിട്ടും ബോർഡായിട്ടും മൈക്ക് അനൗൺസ്മെൻ്റായിട്ടും നേതാക്കൾക്കായിട്ടും അല്ലാതെ ഇല്ലാതെയും കോടിക്കണക്കിന് രൂപ ഒരു അസംബ്ലി ഇലക്ഷനിൽ ഏറ്റവും ചുരുങ്ങിയ 5 കോടി രൂപയിലും ചുരുങ്ങിയ ചിലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകന് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്, ഞാൻ ഫ്ലക്സും ബോർഡൊന്നും ഉപയോഗിച്ചാൽ 79 ലക്ഷം രൂപ ഉണ്ട്, അത് പൊതുജനത്തിന് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ കോടികളിൽ ചിലവ് വരുന്നതാണ്. അപ്പം ഈ വേണുഗോപാൽ ചെയ്ത പരിപാടി എന്നാണെന്ന് വെച്ചാൽ, ഇവൻ പമ്മി ഈ കുറുക്കൻ്റെ കൂടെ ഇരിക്കുകയല്ലേ തല.
ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് കുറച്ച് കാശ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പാർട്ടിക്ക് ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ടെല്ലാം കൂടെ ഇവനെ ഏൽപ്പിച്ചു. ഇവൻ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊണ്ടുവന്ന് 2 കോടി 3 കോടി ഒക്കെ ആയിട്ട് പലതായിട്ട് കൊടുത്തു. ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടില്ല. വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞാൽ AICC ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നില്ലേ. അപ്പം കഴിവുള്ളവനും മിടുക്കനും ഒക്കെയാണ്, ഇല്ലെന്നൊന്നും പറയണമെന്നില്ല. പക്ഷെ മിടുക്ക് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാശ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് MLA-മാരെ കുറച്ച് പേരെ സാധിച്ചു. പിന്നെ ഈ വേണുഗോപാലോ RCO ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ MLA-മാർ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കേൾക്കുകയും കുറച്ച് അവഗതത്തിന് കണ്ണടയ്ക്കുകയും ചെയ്യും. അപ്പം ഈ BD വന്നു കഴിഞ്ഞാൽ അവഗതത്തിന് കണ്ണടയ്ക്കാമെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് MLA-മാർ കുറച്ച് പേര് ഭൂരിപക്ഷം ഇമ്മാരുടെ കൂടെ ആയി. ആരുടെ ഈ KCയുടെ കൂടെയാണ്. പിന്നെ കുറച്ച് RCയുടെ കൂടെ ഉണ്ട്. BDയുടെ കൂടെ അത്ര MLA-മാരില്ല, പക്ഷേ ജനമുണ്ട്. അപ്പം ഈ തലയെ ഇവിടെ ഏൽപ്പിക്കുമല്ലോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഈ അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാമെന്നു കഴിഞ്ഞാൽ ജനം ഇളകി. അങ്ങനെ അച്യുതാനന്ദന് സീറ്റ് കൊടുക്കേണ്ട ഗതികേട് വന്നു എന്ന് പറഞ്ഞതുപോലെ ജനമനസ്സ് മനസ്സിലാക്കി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് മാത്രമേ ഇവിടെയുള്ള പൊതുജനത്തിന് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മത്സരിപ്പിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എണ്ണി തോപ്പിക്കുക. അറിയാമല്ലോ, ഇപ്രാവശ്യം പിണറായി വിജയൻ വരെ ധർമ്മടത്ത് വിഷമിച്ച് പോയി എന്ന് പറഞ്ഞാൽ വലിയ വമ്പന്മാർ മന്ത്രിമാർ വരെ 13 പേര് താഴെ വീണു. അത് ഓർമ്മ വേണം. പിന്നെ 23 എന്ന് കോൺഗ്രസ്സിന് MLA-മാരുണ്ടായിരുന്നത് അത് 63 ആക്കി. 41 MLA-മാർ 102 ആക്കി. 100-ന് മുകളിൽ സീറ്റ് കിട്ടുമെന്ന് ഒരു കോൺഗ്രസ്സുകാരനും പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. ആത്മവിശ്വാസം കൊടുത്തത് ഈ പറഞ്ഞ VD-യാണ്. അതുകൊണ്ട് പണിയെടുത്തവന് ഒരു അവസരം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് ജനത്തിനറിയാം. MLA-മാർ ആരുടെയും KCയുടെ കയ്യിൽ നിന്നോ ഈ മറ്റ് RCയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലിരിക്കട്ടെ. അത് പൊതുജനത്തിൻ്റെ ഏരിയ പറയണ്ട. അതുകൊണ്ട് MLA-മാരുടെ സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ RCയോ KCയോ ആക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ജനം സമ്മതിക്കത്തില്ല എന്നൊരു ഓർമ്മയുണ്ടെങ്കിൽ നന്നായിരിക്കും. കതർ ഷർട്ടിന് പശ മുക്കാൻ കാലില്ലാതെ വിഷമിച്ചിരിക്കുന്ന സാധാരണ കോൺഗ്രസ്സുകാർ പ്രവർത്തകർ ഒന്ന് കതറിന് പശ മുക്കി പോട്ടെ. ഇല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഈ പ്രസ്ഥാനം തീരും എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ കൊള്ളാം. ആൾക്കാർക്ക് മനസ്സ് മാറ്റാനൊന്നും പാടൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഇത് ഒന്നാന്തരം സഖാക്കളുടെ വരെ വോട്ടുകൊണ്ടാണ് ഈ പറയുന്ന 102 സീറ്റ് കിട്ടിയത്. അല്ലാതെ അതൊക്കെ മാറി മറിഞ്ഞും ചെയ്യാനൊക്കെ ആൾക്കാർക്കറിയാം. അതുകൊണ്ട് വെറുതെ അഹങ്കരിച്ച് ഉള്ളത് കളയല്ലേ. തലയെ ഡൽഹിയിൽ തന്നെ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ കേരളത്തിലോട്ട് തല കയറണ്ട. പിന്നെ ഈ RCയുടെ കാര്യം മര്യാദയ്ക്കിരുന്ന് RCക്ക് ചിലപ്പം വേണമെന്നുണ്ടെങ്കിൽ VD-യുടെ കീഴിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ മടിയുണ്ടായിരിക്കും. എന്നാൽ മുഖ്യമന്ത്രി ആവേണ്ട MLA ആയിട്ടിരുന്നാൽ മതി. അതായിരിക്കും നല്ലത്. ഒരു പ്രാവശ്യം ആഭ്യന്തരം ഭരിച്ച് കണ്ടതാണ്. വെറുതെ ഇനി കയറി VD-യുടെ കയറി കുളവാക്കാനും നിൽക്കേണ്ട. അതുപോലെ ഉപമുഖ്യമന്ത്രിയാകാനും നിൽക്കേണ്ട. അതും ജനത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ജനനന്മയനുസരിച്ച് ഭരിക്കട്ടെ. ഇനി അവിധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിയാൽ മതി. ഇപ്പം കതറിൻ്റെ പശ മുക്കാൻ അനുവദിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.